എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഒരു സ്നാക്കാണ് തയ്യാറാക്കുന്നത്. നമ്മൾ ചായക്കടയിലൊക്കെ കഴിക്കുന്ന ബോണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഈ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് ബോണ്ട റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ഫില്ലിങ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് സ്റ്റവ് ഓണാക്കി ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. അതൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. എന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 3 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് അതേപോലെ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 നല്ല എരിവുള്ള പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർക്കുന്നത്. എരിവ് നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടണം. ആ ഒരു പരുത്തിന് നമുക്ക് ഇളക്കിയെടുക്കാം. അപ്പോൾ അത് അവിടെ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട് നമ്മുടെ സവാളയൊക്കെ. ഇനി ഇതിലേക്ക് ഞാൻ 2 നല്ല വലിയ ഉരുളക്കിഴങ്ങ് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുക്കറിലൊന്ന് വേവിച്ചെടുത്ത് ഉടച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ സവാളയും ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരണം. അതിനകത്ത് ആ വെള്ളാംശമൊക്കെ നന്നായിട്ട് ഒന്ന് വലിഞ്ഞ് കിട്ടണം. അപ്പോൾ ഒരു 5-10 മിനിറ്റിനുള്ളിൽ റെഡിയാക്കി കിട്ടും കേട്ടോ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ മസാല. ഇതിനി നമുക്കൊന്ന് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ബാറ്റർ ഒന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് കടലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കുകയാണ്. നമ്മൾ അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന നൈസായിട്ടുള്ള വറുത്ത അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ ഒരു നുള്ള് കായപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ വല്ലാതെ തിക്കുമായി പോകരുത്, വല്ലാതെ ലൂസായി പോകരുത്. ഒരു സെമി തിക്ക് പാകത്തിന് നമുക്കിതൊന്ന് കലക്കിയെടുക്കാം. അപ്പോൾ ഞാനിതിലേക്കൊരു 1.25 കപ്പ് വെള്ളം പച്ചവെള്ളമാണ് എടുത്തിരിക്കുന്നത് ഉപയോഗിച്ചിട്ടുണ്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കാൻ കേട്ടോ. അപ്പോൾ നിങ്ങളത് കലക്കിയെടുത്ത് നോക്കുക എത്ര വെള്ളം വേണ്ടി വന്നു എന്ന്. അപ്പോൾ ഈ ഒരു പാകത്തിനാണ് നമ്മുടെ മാവ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒത്തിരി ലൂസായി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോട്ടിങ് ശരിയായി കിട്ടില്ല. അതുകൊണ്ടാണ് കുറച്ച് തിക്കായിട്ട് എടുക്കണമെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇത്രയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഈ ഒരു അളവിന്. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് സ്റ്റവ് ഓണാക്കി ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കാം കേട്ടോ. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു ബോൾ എടുക്കുക. എന്നതിന് ശേഷം നമ്മുടെ ബാറ്ററിലൊന്ന് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് റെഡിയായി കിട്ടും. ഒത്തിരി സമയം അങ്ങോട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഇടുക, അപ്പോൾ തന്നെ തിരിച്ച് മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യത്തേത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ബാക്കി എല്ലാവരും റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ചായക്കട സ്റ്റൈലിൽ ബോണ്ട റെഡി ആയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്